ധീമഹിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാനിവിടെ 161 നാമമാണ് വിശദീകരിക്കാൻ പോകുന്നത്. നിരഹങ്കാര. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥം തന്നെയാണ്. അഹങ്കാരമില്ലാത്തവൾ. ദേവിക്ക് അഹങ്കാരമില്ല. ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവം അശേഷമില്ലാത്ത പരമാത്മ ചൈതന്യമാണ് ദേവി എന്നർത്ഥം. നമുക്ക് 3 ഗുണങ്ങളുണ്ട്. ത്രിഗുണങ്ങളെന്ന് പറയും. സത്വം, രജസ്, തമസ് എന്ന് പറഞ്ഞ 3 ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ. ഈ ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറവനുസരിച്ച്, കൂടുതലോ കുറവോ അനുസരിച്ച് നമുക്ക് വൈകാരികം, തൈജസം, ഭൂതാദി എന്ന് പറയുന്ന 3 തരത്തിലുള്ള അഹങ്കാരം ഉണ്ട് എന്നാണ് പറയുന്നത്. അഹങ്കാരം 3 തരം. വൈകാരികമായ അഹങ്കാരം, തൈജസമായിട്ടുള്ള അഹങ്കാരം, ഭൂതാദി അഹങ്കാരം. വൈകാരിക തൈജസശ്ച ഭൂതാദിശ്ചേത്യഹം ത്രിധ എന്നാണ് പ്രമാണം. അപ്പോൾ ഈ 3 അഹങ്കാരങ്ങളും ദേവിക്കില്ല എന്നാണ് അർത്ഥം. നമ്മുടെ ദേഹം ജഡമാണ്, ഇന്ദ്രിയങ്ങളുണ്ട്, അന്ധക്കരണമുണ്ട്. ഇവയൊക്കെ പ്രവർത്തിക്കുന്നത് ജഡപരമായിട്ടുള്ള അല്ലെങ്കിൽ ജഡനിബിഡമായിട്ടുള്ള അല്ലെങ്കിൽ ജഡസഹിതമായിട്ടുള്ള ദേഹം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ അന്ധക്കരണം എല്ലാം പ്രവർത്തിക്കുന്നത് ആത്മചൈതന്യത്താൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നർത്ഥം. ആത്മാവ് ആ ബോഡിയിൽ നിന്ന് വിട്ടുപോയാൽ ഇതൊന്നും ഉണ്ടാവില്ല. The body will be quite bereft of all these things. ഞാൻ മാത്രമാണ് സുഖം അനുഭവിക്കുന്നത്, ഞാൻ മാത്രമാണ് ബുദ്ധിമാൻ, ഞാൻ മാത്രമാണ് ബലവാൻ എന്നൊക്കെയുള്ള നമ്മുടെ ചിന്ത നമ്മുടെ അഹങ്കാരമാണ്. കാരണം ആത്മാവിടെ അനാഥിരിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്. All these things happen to you, or you are quite capable of expressing or manifesting these things only because that soul is very much within you. And when the soul leaves the corporeal frame, the corporeal frame becomes absolutely useless. It will decay and decompose. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മുടെ ആത്മചൈതന്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധ്യം നമുക്ക് വേണം. അപ്പോൾ നമ്മുടെ അഹങ്കാരം മാറിപ്പോകുന്നർത്ഥം. നമുക്കുണ്ടാകുന്ന സകല അനർത്ഥങ്ങൾക്കും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കും. എന്താണ്? സസ്പെൻഷൻ, ഡിസ്മിസൽ, ട്രാൻസ്ഫർ, അനാവശ്യ ട്രാൻസ്ഫറുകൾ, വല്ലവൻ്റെയും കയ്യിലിരിക്കുന്ന തെറി നമ്മൾ കേൾക്കും, അല്ലെങ്കിൽ വല്ലവൻ്റെയും കയ്യിലിരിക്കുന്ന തല്ല് നമുക്ക് കിട്ടും, നമ്മൾ അപമാനിതനാകും, ചിലപ്പോൾ നമ്മൾ പീഡിപ്പിക്കപ്പെടും. ഇങ്ങനെയൊക്കെ എന്ത് സംഭവങ്ങൾ എടുത്താലും ബിഹൈൻഡ് ദാറ്റ് നമ്മുടെ അഹങ്കാരമാണ് ഒരു പരിധി വരെ. ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ് വാട്ട് എവർ ഹാപ്പൻസ് ടു യു, യുവർ ഈഗോ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് എന്നാണ്. നമ്മുടെ പുരാണത്തിൻ്റെയും ഇതിഹാസങ്ങളുടെയും ഒക്കെ തന്നെ അന്തസത്ത അല്ലെങ്കിൽ അന്തസാരം എന്ന് പറയുന്നത്, നമ്മൾ അതൊക്കെ ഒരൊറ്റ വാചകത്തിൽ നമുക്ക് ഒതുക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ വേര് നമ്മൾ അറുക്കണം എന്നാണ്. ഒരുപാട് നമ്മൾ കഥകൾ വായിച്ചിട്ടുണ്ട്. പുരാണത്തിലൊക്കെ ഉള്ള നാരദരുടെ കഥ, ദുർവാസാവിൻ്റെ കഥ, വിശ്വാമിത്രൻ്റെ കഥ. അതായത് ശരിക്കും സർവസംഘ പരിത്യാഗികളെന്ന് അവകാശപ്പെടുന്ന ഋഷി പുങ്കവന്മാരുടെ ജീവിതത്തിൽ പോലും അവരവരുടെ അഹങ്കാരം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ, quite a lot of problems have cropped up or popped up in the lives of great rishis or sages like Narada, Durvasa and Vishwamitra. പക്ഷെ ദേവിക്ക് ഈ അഹങ്കാരമില്ല, ലവലേശമില്ല. ദേവി ഭക്തന്മാർക്കും ഈ അഹങ്കാരം ഒട്ടുമില്ല എന്നാണ് അർത്ഥം പറയാം. നിർമുക്തരായിട്ട്, അഹങ്കാര വിമുക്തരായിട്ട് അവരൊക്കെ തന്നെ മാറുന്നു. എഴുത്തച്ഛനൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമിഹ തോന്നായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ടതും അത് തന്നെയാണ്. നമുക്കിതൊന്നും ഇങ്ങനെയുള്ള അഹങ്കാരവും ഞാൻ ആരാണ് അല്ലെങ്കിൽ ഞാൻ വലിയവനാണെന്നൊക്കെയുള്ള തോന്നലൊന്നും നമുക്കൊരിക്കലും ഉണ്ടാകരുത് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അല്ലേ? അപ്പോൾ നമ്മൾ ഹരിനാമകീർത്തനത്തിലൊക്കെ നമ്മളിങ്ങനെ ആവർത്തിച്ച് ഒരു ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മുടെ അഹങ്കാരം നമ്മൾ വെടിയണം, അല്ലെങ്കിൽ അഹങ്കാരത്തിൽ നിന്ന് നമ്മൾ ടോട്ടലായിട്ട് വിമുക്തരാകണം എന്ന് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അഹങ്കാര വിമുക്തി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഓം നിരഹങ്കാരായൈ നമഃ, ഓം നിരഹങ്കാരായൈ നമഃ എന്ന് നിരന്തരമായിട്ട് ദേവിയുടെ നാമം മന്ത്രരൂപത്തിൽ ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ 162 നാമം, നിർമോഹ എന്ന് പറയുന്ന നാമം, അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു. എല്ലാവർക്കും നമസ്കാരം.